Once again, welcome to my video blog, Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനിന്ന് വന്നത് നല്ലൊരു ഇൻഫോർമേഷൻ നിങ്ങളെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതെന്താണ് ഏതാ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്റെ ഈ വീഡിയോ ഒന്ന് കമന്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. കാരണം ഈ വീഡിയോ മാക്സിമം ഷെയർ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് നമുക്കറിയാം, സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലം മുതൽ തന്നെ നെഗറ്റീവ് കമന്റ്, അതായത് ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും നെഗറ്റീവ് കമന്റ് അതിന് പറന്ന് നടക്കുകയാണ്. ഒബ്വിയസ്ലി കാരണം അസൂയ. കാരണം ഇൻഫ്ലുവൻസേഴ്സിനോടുള്ള അസൂയ കൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ പല ഇൻഫ്ലുവൻസേഴ്സ്, ഇപ്പൊ നമ്മൾക്ക് സുജിത് ഭക്തന്റെ ആദ്യകാല വീഡിയോയിലൊക്കെ വളരെ മോശം കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആൾക്കാർ. ഒന്നും പണിക്ക് പോയിക്കൂടെ. പിന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് വരെ സുജിത് ഭക്തനും അതേപോലെ തന്നെ ശ്വേതാ ഭക്തനും എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സൈബർ ബുള്ളിംഗ് എന്ന് തന്നെ പറയാം. അവരത് പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന്റെ അപ്ഡേറ്റ്സ് ഞാൻ നോക്കാൻ പോയിട്ടില്ല. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട വയനാടൻ ബ്ലോഗർ അമ്മൂസും ചിങ്കു, അവരെ വീഡിയോയിൽ വരുന്ന അറക്കുന്ന കമന്റ്സുകളാണുള്ളത്. അതേപോലെ തന്നെ വേറെയും പല യൂട്യൂബേഴ്സിന്റെയും, നമ്മൾ പേരെടുത്ത് പറയുന്നില്ല, താഴെയുള്ള കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ കഷ്ടമുണ്ട്. കാരണം അവരെ മാത്രമല്ല, അവരെ പാരന്റ്സിനും അവരെ വീട്ടിലത്തെ കുഞ്ഞുങ്ങളെ എല്ലാം മോശമായിട്ട് പറയുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് ഇതപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു യൂട്യൂബറും കൂടി ആയിട്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയയിലും സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ശ്രീ ജോബി ചുവന്നമണ്ണിന്റെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകളും കൂടെ വയനാട് റിസോർട്ട് പോയിട്ട് ഈ വീഡിയോസ് എടുത്ത് അവര് ഫാമിലി എൻജോയ് ചെയ്യുന്ന വീഡിയോസിന്റെ താഴെ അറയ്ക്കണ ടൈപ്പ് കമന്റ്സ് ഇട്ട് ഞാൻ സ്ക്രീൻ ഷോട്ട്സ് ഇതിൽ കാണിക്കുന്നില്ല. കാരണം എൻ്റെ ഇത് ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ കാണുന്ന ചാനലാണ്, അതുകൊണ്ട് തന്നെ അത് കാണിക്കുന്നില്ല. അങ്ങനെയായിട്ടുള്ള ഒരു കമന്റ് ഇട്ടു. അപ്പൊ മറ്റൊരു കോംപ്രമൈസ് സബൂറാക്കണ പോലെ അദ്ദേഹം അതില്ല, ആളത് ലീഗലായിട്ട് നിന്നു. ആ ആൾ എന്ത് ചെയ്തു, പോലീസ് സൈബർ സെല്ലിൽ നമ്മുടെ മിടുക്കന്മാരായ സൈബർ സെല്ലിന്റെ ആൾക്കാരെ ഏൽപ്പിച്ചു. വിത്തിൻ ഡേയ്സ് ആളെ പൊക്കി അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ച് കൊണ്ടുപോണ വീഡിയോ ആളെന്നെ ഇട്ടു. നല്ല കാര്യം. ഇത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റ് ഇടുന്ന അമ്മാവന്മാർക്കുള്ള ഒരു പാടാണ്. അത് വേണം. അറസ്റ്റ് ചെയ്ത് ഇനി ആള് സെൻട്രൽ ജയിലിൽ ഇരുന്നിട്ട് ഉണ്ട തിന്നട്ടെ. അതാണ് വേണ്ടത്. കാരണം അത് ചെയ്തേ പറ്റൂ. കാരണം അത്രയ്ക്കും അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ പറ്റിയിട്ട് മോശമായിട്ട് കമന്റ് ഇട്ട, ആ കമന്റ് പറയാൻ ഇവിടെ എനിക്ക് താല്പര്യമില്ല. അത്രയും മോശമായിട്ട് കമന്റ് ഇട്ട അയാൾക്ക് അത് കിട്ടിയാൽ പോരാ എന്നുള്ളത് തന്നെയാണ്. ആള് മാപ്പ് പറയുന്നുണ്ട്, എന്നെ വിലങ്ങണീച്ച് കൊണ്ടുവരുന്നത് പറയുന്നുണ്ട്. ആ വീഡിയോ എനിക്ക് കണ്ടിട്ട് വളരെ എത്രയോ കാലത്തിന് ശേഷം സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇനി നിങ്ങളുടെ താഴെയൊക്കെ ആരെങ്കിലും നെഗറ്റീവ് കമന്റ് ഇട്ട, എന്റെ ഈ വീഡിയോന്റെ താഴെ, എന്റെ ഏതെങ്കിലും വീഡിയോന്റെ താഴെ നെഗറ്റീവ് കമന്റ് ഇട്ട അവരെ ഞാൻ ഇതേപോലെ തന്നെ കംപ്ലൈന്റ് കൊടുത്തിട്ട് ചെയ്യും. സത്യം. അപ്പം നെഗറ്റീവ്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളല്ല നമ്മുടെ അക്കൗണ്ട് നമ്മൾ അറിയാണ്ട കുട്ടികളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ട് പോലും നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാലും നമ്മളാണ് ഉത്തരവാദി. എന്റെ ഫോൺ ഈ അടുത്ത് ഹാക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ നിന്ന് 1-2 മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. അപ്പം ഈ ഒരു സന്തോഷ വാർത്തയായിട്ട് ഞാൻ പറഞ്ഞത്, നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇനി ആൾക്കെതിരെ നല്ല കേസാണ് സൈബർ സെല്ല് ബുക്ക് ചെയ്തിട്ടുള്ളത്. പുറമെ ആള് മാനനഷ്ടത്തിനും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ജപ്തി കാര്യങ്ങൾ അതിന്റെ പിന്നാലെ വരും. ഇതിന് അറസ്റ്റ് തന്നെയാണ് അതിൽ വരിക. ഇത് എനിക്ക് വളരെ ഹാപ്പി ആയിട്ടൊരു ന്യൂസ് ആണ്. കാരണം ഒരാൾ അറസ്റ്റ് ചെയ്യുന്നതിൽ ഹാപ്പി അല്ല, ഇങ്ങനത്തെ കുറ്റവാളികൾ, മാനസിക രോഗികളെ അത് തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ്. കാരണം നമ്മുടെ സുഹൃത്തായ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള വയനാട് വ്ളോഗറിന്റെ ഒക്കെ താഴെ ഇടുന്ന കമന്റ് അവരെ ജോബാണ്, അവരെ പ്രൊഫഷനാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിങ്. അതിന് എത്ര പേരാണ് അധികം ഇടുന്ന ഒരു ഡയലോഗാണ്, പണിയെടുത്ത് ജീവിച്ചൂടെ. ഇതന്നെയാണോ പണിയെടുത്ത് ജീവിക്കുന്നത്? ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഇതാണ് അവരെ പ്രൊഫഷൻ. ഇൻഫ്ലുവൻസിങ് ഈസ് എ പ്രൊഫഷൻ. ഇപ്പൊ പല കമ്പനീസും ഇൻഫ്ലുവൻസേഴ്സിനെ എടുക്കുന്നുണ്ട് ജോബായിട്ട്. എന്താണ്, വീഡിയോസ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ഇൻഫ്ലുവൻസേഴ്സിനെ എടുക്കുന്നത്. അപ്പൊ ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത് ജോബാണ്. ഇതന്നെയാണ് അവരെ ജോബ്. വീഡിയോ അത് നല്ല മെനക്കെടുണ്ട്, സ്ക്രിപ്റ്റ് എഴുതണം, പിന്നെ എന്ത് ചെയ്യണം, അത് ഓർഗനൈസ് ചെയ്യണം, അതിനുശേഷം എന്ത് ചെയ്യണം, വീഡിയോ ഷൂട്ട് ചെയ്യണം, അത് എഡിറ്റ് ചെയ്യണം,
എഡിറ്റ് ചെയ്താൽ മാത്രം പോലെ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ SEO ചെയ്യണം. അതിനുശേഷം വീഡിയോ ഇട്ടാൽ പോലെ അത് മാർക്കറ്റ് ചെയ്യണം. ഇത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണ്ടേ. അത് താനെ എല്ലാവരുടെയും നമുക്ക് കുറെ ഷെയർ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് റെമ്യൂണറേഷൻ വേണ്ടേ. അപ്പൊ അതാണ് അവരുടെ ജോബ്. ഇനിയെങ്കിലും പോയി പണിയെടുത്തുകൂടെ എന്ന് കമന്റ് ഇടും. പ്രത്യേകിച്ച് സഞ്ജു ടെക്കിയുടെ ഒക്കെ വീഡിയോയിൽ ഇടുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയാം, ഇതാണ് സഞ്ജു ടെക്കിയുടെ പ്രൊഫഷൻ. അയാളോട് വാട്ട് ഈസ് ദ പ്രൊഫഷൻ ചോദിച്ചാൽ ഈസ് ആൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഇതാണ് ജോബ്. അപ്പം ഇതൊക്കെ എന്താ വെച്ചാൽ ഇവർക്കൊന്നും എത്താൻ പറ്റാത്ത തരത്തിൽ ഇവർ ഉയരുന്ന കാണുമ്പോൾ, ഇൻഫ്ലുവൻസേഴ്സ് ഉയരുന്ന കാണുമ്പോൾ അതിന്റെ അസൂയാണ് ഈ കമന്റ് രൂപത്തിൽ വരുന്നത്. ശരിക്കും ഈ സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സ് വെച്ചത് നല്ല അഭിപ്രായങ്ങൾ പറയാനും വീഡിയോയിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനൊക്കെയാണ്. എന്റെ കണ്ണിന് പ്രോബ്ലം ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അതിന് കോങ്കണ്ണാന്നൊക്കെ വിളിച്ചിട്ട് എത്രയോ പേര് എന്നെ ബോഡി ഷെയിം ചെയ്തിട്ടുണ്ട്. എനിക്കത് പ്രശ്നമില്ല, ഞാൻ കമന്റ് എഡിറ്റ് ചെയ്യും. പക്ഷെ ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കേസ് കൊടുത്താൽ തന്നെ റെഫറൻസിനായിട്ട് ഈ ഒരു കേസ് ഉണ്ട്. ഞാൻ സ്വന്തമായിട്ട് വാദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, അത് ഇട്ട ആളെ ഞാൻ പൂട്ടും. അല്ല, മണിച്ചിത്രത്താഴ് പൂട്ടിട്ട് പൂട്ടും, ലാലേട്ടൻ പറഞ്ഞ പോലെ. അപ്പൊ മറ്റൊരു വീഡിയോ കാണുവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.